Hi dear friends, welcome to Chalkboard Stories. അപ്പോൾ നമ്മുടെ ആർട്സ് ആൻഡ് കൾച്ചറിന്റെ ക്ലാസ് ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. ഓൾറെഡി 3 ക്ലാസ് കഴിഞ്ഞിട്ടുണ്ട്. ഇത് പാർട്ട് 4 ആണ്. ഇന്നത്തോടുകൂടി നമുക്ക് ഈ ഒരു ആർട്സ് ആൻഡ് കൾച്ചറിന്റെ 2021 മുതൽ 25 വരെ ചോദിച്ചിരിക്കുന്ന സകല ചോദ്യങ്ങളും ഇന്നത്തെ ക്ലാസ്സോടുകൂടി നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യാം? ക്വസ്റ്റ്യനിലേക്ക് പോകാം. കേരളത്തിൽ പ്രവർത്തിക്കുന്ന പ്രാചീന സംസ്കൃത നാടകവേദിയുടെ പേരെന്താ? ശരിക്കും പറഞ്ഞാൽ തിയേറ്റർ കൾച്ചർ, അങ്ങനെ ഒരു ഇംഗ്ലീഷിലെ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നമുക്കത് കറക്റ്റ് ആകും. എന്ന് പറയും നമ്മുടെ കൂടിയാട്ടമാണ് കേട്ടോ. കൂടിയാട്ടം. ഇപ്പൊ ഈ കൂടിയാട്ടവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഒത്തിരി ക്വസ്റ്റ്യൻസ് നമ്മുടെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന PSCക്ക് ചോദിച്ചിട്ടുണ്ട്. കൂടിയാട്ടത്തിൽ ഉപയോഗിക്കുന്ന വാദ്യോപകരണം ചോദിച്ചാൽ അത് ഏതാണ്? അത് മിഴാവാണ്, മിഴാവ്. ഓക്കെ, ഈ എന്താണ് രൂപക എന്ന് പറയുന്നത്? രൂപക എന്ന് പറയുന്നത് സംസ്കൃത നാടകത്തിന് പൊതുവായിട്ട് പറയുന്ന പേരാണ് എന്ത്? രൂപക എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് പാടകം? പാടകം എന്ന് പറഞ്ഞാൽ പുരാണ കഥാകഥനത്തെയാണ് നമ്മൾ പാടകം എന്ന് പറയുന്നത്. പ്രഹസന എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ പറയുന്ന ഒരു ഹാസ്യ നാടക വിഭാഗമാണ് കേട്ടോ. പ്രഹസനം അല്ലെ, ഒരു പ്രഹസനമാണെന്നൊക്കെ പറയത്തില്ലേ, ഒരു നാടകമാണ് അല്ലെ, ഒരു നാടക വിഭാഗമാണ്. പക്ഷെ അത് എന്താണ്? ഹാസ്യമാണ്. അതിനെയാണ് നമ്മൾ പ്രഹസന എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. പിന്നെ കൂടിയാട്ടം എന്നാണ് യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ വന്നത്? നമ്മൾ ഒത്തിരി തവണ പഠിച്ചല്ലോ. ഏതാണ്? 2001 ഓക്കെ, അമ്മന്നൂർ മാധവ ചാക്യാരുണ്ട്, മണിമാധവ ചാക്യാരുണ്ട്, നാട്യകൽപദ്രുമം അല്ലെ, മണിമാധവ ചാക്യാരുടെ കൂടിയാട്ടത്തിന്റെ ആധാരിക ഗ്രന്ഥമായിട്ട് എന്താണ്? നാട്യകൽപദ്രുമം. ഇതെല്ലാം നമ്മൾ പറഞ്ഞതാണ്. കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. തൃശ്ശൂർ ജില്ലയിലാണ് കേരള കലാമണ്ഡലം. ഓക്കെ, കേരള കലാമണ്ഡലവുമായിട്ട് ബന്ധപ്പെട്ട വള്ളത്തോളും മണക്കുളം മുകുന്ദരാജ എല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരുന്നു. 1930 ആണെന്നുള്ളതും വർഷവും അല്ലെ ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരുന്നതാണ്. നെക്സ്റ്റ് നോക്കാം. കേരളത്തിലെ ഉത്രട്ടാതി വള്ളംകളിയുടെ വേദി എവിടെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്രട്ടാതി, ആറന്മുള ഉത്രട്ടാതി വള്ളംകളി, അങ്ങനെ തന്നെയാണ് അത് അറിയപ്പെടുന്നത്. എന്താണ്? ആറന്മുള ഉത്രട്ടാതി വള്ളംകളി അല്ലെ. ഏറ്റവും പഴക്കമേറിയ വള്ളംകളിയിൽ ഒന്നാണ് എന്ത് പറയുന്നത്? ഈ ആറന്മുള ഉത്രട്ടാതി വള്ളംകളി എന്ന് പറയുന്നത്. ഓക്കെ, ഏത് നദിയിലാണ്? പമ്പാ നദിയിലാണ്, പമ്പാ നദിയിലാണ്. അതേപോലെ ഈ വള്ളംകളികളെ പറ്റി ചോദിക്കാറുണ്ട്. നെഹ്റു ട്രോഫി വള്ളംകളി എവിടെയാണ്? നെഹ്റു ട്രോഫി ആലപ്പുഴ ജില്ലയിലെ പുന്നമടക്കായലിലാണ്. ഇതിനെയാണ് നമ്മൾ ഓളപ്പരപ്പിലെ ഒളിമ്പിക്സ് എന്നറിയപ്പെടുന്നത്. ഓളപ്പരപ്പിലെ ഒളിമ്പിക്സ് ആണ് ഇത്, നെഹ്റു ട്രോഫി വള്ളംകളി. അതേപോലെ നെക്സ്റ്റ് ആണ് പ്രസിഡൻസി ട്രോഫി വള്ളംകളി. എന്താണ്? പ്രസിഡൻസി ട്രോഫി എന്ന് പറയുന്നത് എവിടെയാണ്? അഷ്ടമുടിക്കായലിലാണ്. അഷ്ടമുടിക്കായൽ കൊല്ലം ജില്ലയിലെ അഷ്ടമുടിക്കായലിലാണ്. ഓക്കെ, നെക്സ്റ്റ് ആണ് ചമ്പക്കുളം. ചമ്പക്കുളം വള്ളംകളി. ചമ്പക്കുളം വള്ളംകളി എന്ന് പറഞ്ഞാൽ അത് എവിടെയാണ്? അത് നമ്മുടെ പമ്പാ നദിയാണ് നമ്മൾ മെയിൻ ആയിട്ട് പറയുന്നത്. അതിന്റെ കൈവഴിയായി ചമ്പക്കുളത്താറ്റിലാണ്. അപ്പൊ ശരിക്കും നമ്മൾ പമ്പാ നദിയാണ് മിക്കപ്പോഴും പരീക്ഷകൾക്ക് ചോദിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ആണ് ശ്രീനാരായണ ഗുരു വള്ളംകളി. ശ്രീനാരായണ ഗുരു അല്ല, ശ്രീനാരായണ ജയന്തി വള്ളംകളി. അത് എവിടെയാണ്? അത് കുമരകത്താണ്. കുമരകം കുറ്റത്തോട്ടിലാണ്, കുറ്റത്തോട്ട്. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ്? നെഹ്റു പുന്നമട, പ്രസിഡൻസി അഷ്ടമുടി, ചമ്പക്കുളം പമ്പ. ഇത് എപ്പോഴും ചോദിക്കുന്നതാണ്. ശ്രീനാരായണ ഗുരു വള്ളംകളിയും കൂടി ചോദിക്കാറുള്ളതാണ്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് നോക്കാം. 2026 വിന്റർ ഒളിമ്പിക്സിന് ആതിഥേയത്വം വഹിക്കുന്നത് ആരാണ്? കണ്ടോ, വിന്റർ ഒളിമ്പിക്സ്. ഇപ്പൊ എത്ര ക്വസ്റ്റ്യൻ പേപ്പറിലാണ് നമ്മൾ വിന്റർ ഒളിമ്പിക്സ് 2026 കണ്ടത്? എവിടെയാണത്? നമ്മൾ പറഞ്ഞതാണ് അല്ലെ, ഇറ്റലിയാണ് അല്ലെ. ഏതാണ്? മിലാനോ കോർട്ടിനോ. നമ്മൾ ആ സ്ഥലത്തിന്റെ പേരും കൂടി പറഞ്ഞു. 2026 വിന്റർ ഒളിമ്പിക്സ് എവിടെയാണ്? മിലാനോ കോർട്ടിന. എവിടെയാണത്? ഇറ്റലിയിലാണ്. ഓക്കെ ആണല്ലോ. ഈ വിന്റർ ഒളിമ്പിക്സിന് സ്കൈ മൗണ്ടനിയറിംഗ് കൂടി ഉണ്ട് കേട്ടോ. സ്കൈ മൗണ്ടനിയറിംഗ്, അതായത് ആ ഒരു 2026 വിന്റർ ഒളിമ്പിക്സ് പുതിയതായി ചേർത്തൊരു കായിക ഇനമാണ് ഇത്, സ്കൈ മൗണ്ടനിയറിംഗ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. 2030 26 കഴിഞ്ഞാൽ പിന്നെ ഏതാണ് വരേണ്ടത്? 2030 വേദി എവിടെയാണ്? 2030 വേദി ചോദിച്ചാൽ അത് ഫ്രാൻസ് ആണ്, ഫ്രാൻസ് ആണ്. രാമകഥാപാട്ടിന്റെ രചയിതാവ്. രാമകഥാപാട്ട് ആരുടേതാണ്? അയ്യപ്പിള്ളി ആശാൻ. ആരാണ്? അയ്യപ്പിള്ള ആശാനാണ് രാമകഥാപാട്ട്. ഓക്കെ, രാമചരിതമാണെങ്കിൽ ആരാണ്? രാമചരിതം, അത് നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നാണല്ലോ. രാമചരിതം ചീരാമനാണ്. ഓക്കെ, ചീരാമൻ. ഏതാണ്? രാമകഥാപാട്ടാണെങ്കിലാണ് എന്ത് വരുന്നത്? ഈ പറയുന്ന അയ്യപ്പിള്ളി ആശാൻ വരുന്നത്. ഓക്കെ ആണല്ലോ. പേര് പഠിച്ചു വെക്കണം കേട്ടോ. അയ്യപ്പിള്ളി ആശാൻ. രാമകഥാപാട്ട് അയ്യപ്പിള്ള ആശാൻ. രാമചരിതമാണെങ്കിൽ ആരാണ്? ചീരാമനാണ്.
തീക്കടൽ കടഞ്ഞ തിരുമധുരം എന്ന നോവലിൽ ജീവിതകഥ ചിത്രീകരിച്ചിരിക്കുന്ന മലയാളി കവി ആരാണ്? ആരുടെ ഏത് മലയാള കവിയെ പറ്റിയാണ് തീക്കടൽ കടഞ്ഞ തിരുമധുരം വരുന്നത്? അത് തുഞ്ചത്തെ എഴുത്തച്ഛനാണ്. എഴുത്തച്ഛനെ പറ്റി ആരാണ്? സി രാധാകൃഷ്ണൻ. സി രാധാകൃഷ്ണൻ എഴുതിയ കൃതിയാണ് സി രാധാകൃഷ്ണൻ. അപ്പൊ നിങ്ങൾ പഠിച്ചു വെച്ചോ. തീക്കടൽ കടഞ്ഞ തിരുമധുരം എന്ന നോവലിന്റെ രചയിതാവ് ആരെന്ന് ചോദിക്കാം. ആരാണ്? സി രാധാകൃഷ്ണനാണ്. ആരെ പറ്റിയാണ് അപ്പോൾ അത് എഴുതിയിരിക്കുന്നത്? നമ്മുടെ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനെ പറ്റിയാണ്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് നോക്കാം. അരുവിപ്പുറം പ്രതിഷ്ഠ നടന്ന വർഷം ഏത്? ഏത് വർഷമാണ്? 188 അല്ലെ? 1888 അരുവിപ്പുറം പ്രതിഷ്ഠ നടക്കുന്നത്. എവിടെയാണ്? നെയ്യാറ് ശങ്കരൻകുഴി അല്ലെ? നമ്മൾ ആ അരുവിപ്പുറം അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ശ്രീനാരായണ നെയ്യാറിലെ ശങ്കരൻകുഴി. ആ ഒരു തടാകവും ആ ഗുരുദേവൻ ആ തടാകത്തിൽ ആ ഒരു പുഴയിൽ നിന്നാണ് എന്തെടുക്കുന്നത്? കല്ലെടുത്ത് അവിടെ പ്രതിഷ്ഠിക്കുന്നത്. നമുക്ക് അവിടെ പോയി കഴിഞ്ഞാൽ ഇതൊക്കെ കാണാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ എവിടെയാണ്? നെയ്യാറിലെ ശങ്കരൻകുഴിയാണ്. അപ്പൊ അരുവിപ്പുറം പ്രതിഷ്ഠ 88 അരുവിപ്പുറം ക്ഷേത്രമാണെങ്കിൽ അത് എന്നാണ്? 87 ഓക്കെ. തിരുവനന്തപുരത്തെ പഴയ വിക്ടോറിയ ഹാളിന്റെ പേരാണ് എന്താ? അയ്യങ്കാളി. അയ്യങ്കാളി അല്ലെ? എന്തായിരുന്നു? മഹാത്മാ അയ്യങ്കാളി ഹാൾ എന്നായിരുന്നു അതിന്റെ പേര്. 2019 അത് എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന എന്താക്കി മാറ്റുന്നത്? വിക്ടോറിയ ജൂബിലി ടൗൺ ഹാളിന്റെ പേര് ഈ പറയുന്ന അയ്യങ്കാളി ആക്കി മാറ്റുന്നത്. മഹാത്മാ അയ്യങ്കാളി ഹാൾ എന്നാക്കി മാറ്റുന്നത്. പഴയ വിക്ടോറിയ ഹാള് 2019 എന്തായിട്ട് മാറി? മഹാത്മാ അയ്യങ്കാളി ഹാളായിട്ട് മാറി. എന്നാണ് ഈ പറയുന്ന VJT ഹാള്? വിക്ടോറിയ ജൂബിലി ടൗൺ ഹാൾ, VJT ഹാൾ. അതാണ് VJT ഹാളിന്റെ പുതിയ പേരാണ് ഇത്. VJT ഹാൾ ഉദ്ഘാടനം ചെയ്തതെന്ന് ചോദിച്ചാൽ 1896 ജനുവരി 25 1896 ജനുവരി 25 ഓക്കെ. നെക്സ്റ്റ് നോക്കാം. കേരളത്തിൽ ആർത്തവ അവധി പ്രഖ്യാപിച്ച ആദ്യത്തെ സർവകലാശാലയാണ് ഇത്? കുസാറ്റ്. ഓക്കെ, ആർത്തവത്തിന് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് എവിടെയാണ്? കുസാറ്റ് ആണ്. അതേപോലെ സ്ത്രീകൾക്ക് 6 മാസത്തെ പ്രസവാവധി പ്രഖ്യാപിച്ചത് എവിടെയാണ്? അത് നമ്മുടെ കേരള യൂണിവേഴ്സിറ്റി ആണ് 6 മാസത്തെ പ്രസവാവധി പ്രഖ്യാപിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. 2022 ഖത്തർ ലോകകപ്പ് ഫുട്ബോളിൽ ഗോൾഡൻ ബൂട്ട് നേടിയത് ആരാണ്? ഗോൾഡൻ ആർക്കായിരുന്നു? കെലിയൻ എംബാപ്പെ. എംബാപ്പയ്ക്കായിരുന്നു എന്ത് ലഭിച്ചത്? ഗോൾഡൻ ബൂട്ട് ലഭിച്ചത്. ആർക്കാണ്? എംബാപ്പയ്ക്കാണ്. എംബാപ്പെ ഏകദേശം 8 ഗോളുകളാണ് ആ ഒരു മാച്ചിൽ എന്ത് ചെയ്യുന്നത്? അടിക്കുന്നത്. ഓക്കെ, അപ്പൊ കെലിയൻ എംബാപ്പയ്ക്കാണ് ഗോൾഡൻ ബൂട്ട് ലഭിക്കുന്നത്. ഓക്കെ, അതേപോലെ തന്നെ പിന്നെ ആരായിരുന്നു? നമ്മുടെ 2026 വേദി ചോദിക്കാറുണ്ട്. ഫിഫ ലോകകപ്പ് വേദി ചോദിച്ചാൽ 2026 വേദി ഒന്ന് പഠിച്ചു വെച്ചേക്കുക. എവിടെയാണ്? കാനഡ, അതേപോലെ മെക്സിക്കോ, പിന്നെ എവിടെയാണ്? ഒരെണ്ണം കൂടി ഉണ്ടല്ലോ, അമേരിക്ക. ഓക്കെ, കാനഡ, മെക്സിക്കോ, അമേരിക്ക. ഇതാണ് 2026 വേദി എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഗാംബിറ്റ് എന്ന വാക്ക് ഡാഷ് എന്നതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഏതാണ് ഗാംബിറ്റ്? ഗാംബിറ്റ് പഠിച്ചു വെച്ചോ. ചെസ് ആണ്. അപ്പൊ നമ്മൾ ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരെണ്ണം നിങ്ങൾ എവിടെയെങ്കിലും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. കാര്യം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എപ്പോഴും കയറി ചോദിക്കുന്നതാണ്. അതേപോലെ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നോക്കാം. ക്രിക്കറ്റിൽ നമ്മൾ പറയുന്നത് LBW, ഗൂഗ്ലി, മെയ്ഡൻ ഓവർ, യോർക്കർ, സില്ലി പോയിന്റ്, ബൗൺസർ. ഇതൊക്കെ നമ്മൾ മെയിൻ ആയിട്ട് ചോദിക്കുന്നതാണ്. LBW ചോദിക്കാറുണ്ട്. അതേപോലെ ഫുട്ബോളിലുള്ളത് കണ്ടോ, ചെസ് നമുക്ക് നോക്കാം. ചെസ്സിൽ എന്തൊക്കെയാണ് പറയുന്നത്? ഗാംബിറ്റ് ഉണ്ട്, ചെക്ക്മേറ്റ് ഉണ്ട്, സ്റ്റെയിൽമേറ്റ് ഉണ്ട്, ഗ്രാൻഡ് മാസ്റ്റർ. അതേപോലെ തന്നെ എന്തൊക്കെയാണ്? പോൺ പറയും, റൂക്ക് പറയും അല്ലെ? പോൺ ഉണ്ട്, റൂക്ക് ഉണ്ട്, ബിഷപ്പ് ഉണ്ട്. ഇതെല്ലാം എന്താണ്? ചെസ്സുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ടെന്നീസ് ഉണ്ട്, കണ്ട, ഗ്രാൻഡ് സ്ലാം, സ്മാഷ്, വോളി, കണ്ട, ഇതെല്ലാം എന്താണ്? ചെസ് ആണ്. പിന്നെ ബട്ടർഫ്ലൈ സ്ട്രോക്ക്, ബാക്ക് സ്ട്രോക്ക്, ഫ്രീ സ്റ്റൈല്, കണ്ടോ, ഇതെല്ലാം എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? സ്വിമ്മിങ്ങുമായിട്ട് ബന്ധപ്പെട്ടതാണ്. കണ്ടോ, പിന്നെ റെസ്ലിംഗ് ഉണ്ട്. അതേപോലെ തന്നെ എന്താണ്? നോക്കൗട്ട്. നോക്കൗട്ട് എന്തുമായിട്ട് ബന്ധപ്പെട്ടാണ്? ബോക്സിംഗ് ആണ്. കണ്ടോ, ഗോൾഫുമായിട്ട് എന്താണ്? ബോഗി. ഈ ബോഗി പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഈ ബുൾസൈ എന്താണ്? ഷൂട്ടിംഗ് ആണ്. പിന്നെ എന്താണ്? ചക്കർ എന്ന് പറഞ്ഞാൽ എന്താണ്? പോളോയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഓക്കെ, അപ്പൊ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുന്ന എപ്പോഴും നല്ലതായിരിക്കും. ഒരു ക്വസ്റ്റ്യൻ ഇപ്പൊ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും നമ്മൾ കാണുന്നുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ. അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞതാണ് ഗാംബിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ചെസ്സുമായിട്ട് ബന്ധപ്പെട്ടതാണ്. നെക്സ്റ്റ് നോക്കാം.
മലയാള സാഹിത്യകാരൻ ടി.സി. ജോസഫിന്റെ തൂലികാനാമം എന്ത്? ടി.സി. ജോസഫ്. എന്താണ് ടി.സി. ജോസഫിന്റെ തൂലികാനാമം എന്ന് പറയുന്നത്? ഇടപ്പള്ളി, ഇടശ്ശേരി, ഏകലവ്യൻ, ഇടമറുക്. എന്താണ് ടി.സി. ജോസഫ്? ഇടമറുകാണ്. ഇടമറുകാണ് ടി.സി. ജോസഫ്. ഓക്കെ. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ എന്താണ് നന്ദഗോപാലൻ. എന്താണ് നന്ദഗോപാലൻ എന്ന് പറയുന്നത്? നന്ദനാർ ആരാണ്? പി.സി. ഗോപാലനാണ്. ഈ ഇനിഷ്യലും കൂടി പഠിച്ചു വെക്കണം. നന്ദനാർ പി.സി. ഗോപാലനാണ്. ഓക്കെ. തിക്കൊടിയൻ ആരാണ്? തിക്കൊടിയൻ 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 എന്ന് പറയുന്നത് പി കുഞ്ഞനന്ദൻ നായരാണ്. പി കുഞ്ഞനന്ദൻ നായരാണ് തിക്കൊടിയൻ എന്ന് പറയുന്നത്. ആരാണ് സഞ്ജയൻ? സഞ്ജയൻ എന്ന് പറയുന്നത് എം.ആർ. നായരാണ്. എം.ആർ. നായരാണ് സഞ്ജയൻ. പിന്നെന്താണ് പാറപ്പുറത്ത്? ആരാണ് പാറപ്പുറത്ത്? നമ്മൾ പറഞ്ഞിട്ടുണ്ട് പാറപ്പുറത്ത് മത്തായി കിടന്നു എന്ന് നമ്മൾ പറയത്തില്ലേ? അപ്പൊ ആരാണ് പാറപ്പുറത്ത് എന്ന് പറയുന്നത്? കെ.ഇ. മത്തായി. പാറപ്പുറത്ത് മത്തായി കിടന്നു. അങ്ങനെ തന്നെ കണക്ട് ചെയ്ത് വെച്ചാൽ മതി. നന്ദഗോപാലൻ. ഇടശ്ശേരി പിന്നെ അറിയാം നമുക്ക്. ഇടശ്ശേരി ഗോവിന്ദൻ നായർ എന്ന് തന്നെയാണ് നമ്മൾ പറയുന്നത്. പിന്നെ ആരാണ്? കാക്കനാടൻ. ആരാണ് കാക്കനാടൻ? ജോർജ് വർഗീസ്. ആരാണ്? ജോർജ് വർഗീസ്. അപ്പൊ ഇടമറുക ആരാണ്? ടി.സി. ജോസഫ് ആണ്. കാക്കനാടൻ ആരാണ്? ജോർജ് വർഗീസ് ആണ്. 2022 വിന്റർ ഒളിമ്പിക്സിന്റെയും ബിഗ് ഡൈൻ ഡെന്നിന്റെയും ഔദ്യോഗിക ചിഹ്നം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ്? അത് നമ്മുടെ പാണ്ടക്കരടിയായിരുന്നേ. പാണ്ടക്കരടി. ഓക്കെ. എം.ടി. വാസുദേവൻ നായരുടെ ഡാഷ് എന്ന നോവലിലെ കഥാപാത്രമാണ് അപ്പുണ്ണി. അപ്പുണ്ണി ഏതിലെയാണ്? നാലുകെട്ടിലെയാണ് അല്ലെ അപ്പുണ്ണി. അതേപോലെ തന്നെ അപ്പുണ്ണി എവിടെയാണ്? നാലുകെട്ടാണ്. അതേപോലെ നമുക്ക് കുറച്ചധികം പഠിക്കാനുണ്ട്. ഈ പറയുന്ന മെയിൻ ആയിട്ട് ചോദിക്കുന്നതാണ് എന്ത്? ചേതന. ചേതന ആരാണ്? ചേതന ഏതിലെയാണ്? ആരാച്ചാർ. ആരാച്ചാറിലെ പ്രധാന കഥാപാത്രമാണ് ചേതന എന്ന് പറയുന്നത്. ആരാച്ചാർ ആരുടേതാണ്? കെ.ആർ. മീരയുടേതാണ്. സേതു. സേതു ഏതിലേതാണ്? സേതു എന്ന് പറയുന്നത് കാലം എന്ന കൃതിയിലേതാണ്. കാലം ആരുടേതാണ്? എം.ടിയുടേതാണ്. അതേപോലെ ഗോവിന്ദൻകുട്ടി. ഗോവിന്ദൻകുട്ടി ഏതിലേതാണ്? ഗോവിന്ദൻകുട്ടി അസുരവിത്ത്. അസുരവിത്ത് അത് ആരുടേതാണ്? അതും എം.ടിയുടേതാണ്. ഓക്കെ. ഭീമൻ. ഭീമൻ ആരുടേതാണ്? അതും നമ്മുടെ എം.ടി ആണ്. ഭീമൻ ഏതാണ്? രണ്ടാം ഊഴത്തിലേതാണ്. കാലം ഏതാണ്? സേതുവാണ്. അസുരവിത്തിൽ ആരാണ്? ഗോവിന്ദനാണ് അല്ലെ? ഗോവിന്ദൻ. ഗോവിന്ദൻ കുട്ടി അസുരവിത്താണ്. ഓക്കെ. നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 2018 ഏഷ്യൻ ഗെയിംസ് നടന്നത് എവിടെയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എവിടെയാണ് 2018 ഏഷ്യൻ ഗെയിംസ്? ജക്കാർത്തയാണ്. അപ്പൊ നമുക്ക് ഇനി 2018 ആവശ്യമില്ല. നമുക്ക് ഇനി എന്താണ് വേണ്ടത്? നമുക്ക് 2026 ഉണ്ടല്ലേ? 2026 ഏഷ്യൻ ഗെയിംസ് ഉണ്ട്. അത് എവിടെയാണ്? ഐച്ചി നഗോയ. എന്താണ്? രണ്ട് സ്ഥലങ്ങളാണ്. ഒന്ന് ഐച്ചി, അടുത്തേതാണ് നഗോയ. ഇങ്ങനെ രണ്ട് സ്ഥലങ്ങളിലായിട്ടാണ്. എവിടെയാണിത്? ജപ്പാനിലാണ്. ജപ്പാൻ. ഓക്കെ. അടൂർ ഗോപാലകൃഷ്ണന്റെ ഡാഷ് എന്ന ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രമാണ് അജയൻ. ഏത് ചിത്രത്തിലേതാണ്? അടൂർ ഗോപാലകൃഷ്ണന്റെ ഏത് ചിത്രമാണ്? അനന്തരം. കേട്ടോ. അനന്തരം എന്ന ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രമാണ് ആര്? അജയൻ എന്ന് പറയുന്നത്. ഓക്കെ. ഇനി നമുക്ക് ദേശീയ പുരസ്കാരമൊക്കെ ലഭിച്ചൊരു കൃതിയായിരുന്നു എന്ത്? ഈ പറയുന്ന അനന്തരം എന്ന് പറയുന്നത്. ജി അരവിന്ദന്റെ ഡാഷ് എന്ന ചിത്രത്തിനാണ് 1985 ദേശീയ ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചത്. ഏതാണ്? ജി അരവിന്ദന്റെ ഡാഷ് എന്ന ചിത്രം. അപ്പൊ ഏത് ചിത്രമാണ്? ഏതാണ്? ചിദംബരമാണ്. ചിദംബരം 1985 ചിദംബരം എന്ന ചിത്രമാണ്. അപ്പൊ ചിദംബരത്തിന്റെ സംവിധായകൻ ആരാണ്? തിരിച്ചു ചോദിക്കാം. ആരാണ്? ജി അരവിന്ദനാണ്. അതേപോലെ 1973 എന്ത് ലഭിച്ചു? നിർമാല്യത്തിന്. നിർമാല്യം ആരാണ്? നിർമാല്യം എം.ടിയുടെ നിർമാല്യത്തിനാണ് 1973 എന്ത് ലഭിക്കുന്നത്? ദേശീയ ചലച്ചിത്ര പുരസ്കാരം ലഭിക്കുന്നത്. അതേപോലെ 2023 ലഭിച്ചല്ലോ ഒരു മലയാള ചിത്രത്തിന്. ഏതാണത്? ആട്ടം. ആട്ടം ആരുടേതാണ്? ആനന്ദ് ഏകർഷി. ഈ ഒരു ടൈമിൽ ഉണ്ടായിരുന്ന എല്ലാ പരീക്ഷകളിലും ഉണ്ടായിരുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു കേട്ടോ. ഇത് കറണ്ട് അഫയറിന്റെ ഭാഗത്തുനിന്ന് ചോദിച്ചതായിരുന്നു. ആനന്ദ് ഏകർഷിയുടെ ആട്ടം എന്ന ചിത്രം. ഓക്കെ. നെക്സ്റ്റ് നോക്കാം. പ്രസിഡന്റ്സ് ട്രോഫി വള്ളംകളി. പ്രസിഡന്റ്സ് ട്രോഫി വള്ളംകളി നമ്മൾ നേരത്തെ പറഞ്ഞാണല്ലോ. എവിടെയാണ്? അഷ്ടമുടിക്കായലിലാണ് പ്രസിഡന്റ്സ് ട്രോഫി നടക്കുന്നത്. ഓക്കെ. ശ്രീനാരായണ ട്രോഫി വള്ളംകളി എവിടെയാണ്? അതാണ് നേരത്തെ എനിക്ക് പെട്ടെന്ന് ഒരു കൺഫ്യൂഷൻ വന്നത്. ശ്രീനാരായണ ട്രോഫി വള്ളംകളി നമ്മൾ നേരത്തെ ജയന്തി വള്ളംകളി അല്ലേ പറഞ്ഞ, അതാണ് ഈ പറയുന്ന കന്നേറ്റിക്കായലെ. കന്നേറ്റിക്കായൽ അതൊന്ന് പഠിച്ചു വെക്കണം കേട്ടോ. ശ്രീനാരായണ ട്രോഫി വള്ളംകളി കന്നേറ്റിക്കായലാണ്. അതേപോലെ തന്നെ ഏതാണ് നമുക്ക് പറയുന്നത്? അയ്യങ്കാളി.
അതാണ് ഈ വെള്ളായണിയിൽ കേട്ടോ. അയ്യങ്കാളി വള്ളംകളിയാണ് ഇവിടെ വരുന്നത്, വെള്ളായണി കായലിൽ വരുന്നത്. ഓക്കെ. പ്രഗത്ഭരായ കുതിരസവാരി ഉൾപ്പെടുന്ന ഒരു ഡാഷ് കായിക വിനോദമാണ് ചറേരിയ. ചറേരിയ എന്ന് പറയുന്ന അപ്പൊ എന്താണ്? ഒരു കായിക വിനോദമാണെന്ന് മനസ്സിലായി. അത് എവിടത്തെയാണ്? മെക്സിക്കൻ കായിക വിനോദമാണ്. കുതിരസഫാരി ഉൾപ്പെടുന്ന ഒരു മെക്സിക്കൻ കായിക വിനോദമാണ് ചറേരിയ. ഓക്കെ. ബംഗ്ലാദേശിന്റെ എന്താണ്? ബംഗ്ലാദേശ് കബഡി നമ്മൾ പറഞ്ഞു അല്ലെ, ബംഗ്ലാദേശ് കബഡി ആണെന്ന് പറഞ്ഞു. ചൈനയാണെങ്കിൽ എന്ത് പറയാം നമുക്ക്? ടേബിൾ ടെന്നീസ് എന്ന് പറയാം അല്ലെ. അതേപോലെ മെക്സിക്കോയുടേതാണ് എന്ത്? ചറേരിയ. മെക്സിക്കോയുടെ ഒരു ദേശീയ കായിക വിനോദമാണ് എന്ത്? ചറേരിയ എന്ന് പറയുന്നത്. ന്യൂസിലാൻഡ് നമ്മൾ പറഞ്ഞതാണ്. ന്യൂസിലാൻഡ് എന്താണ്? ന്യൂസിലാൻഡിന്റെ ദേശീയ കായിക വിനോദം അത് റഗ്ബി ആണ്. റഗ്ബി കളിക്കാൻ എത്ര പേര് വേണം? 15 പേരാണ് വേണ്ടത്. സാറ ജോസഫിന് ഡാഷ് എന്ന ചെറുകഥാ സമാഹാരത്തിന് മുട്ടത്ത് വർക്കി പുരസ്കാരം ലഭിച്ചു. ഏതിനാണ് മുട്ടത്ത് വർക്കി അവാർഡ് ലഭിക്കുന്നത്? അത് പാപത്തറ എന്ന കൃതിക്കാണ് എന്ത് ലഭിക്കുന്നത്? മുട്ടത്ത് വർക്കി പുരസ്കാരം ലഭിക്കുന്നത്. ഓക്കെ. അതേപോലെ സാറ ജോസഫിന് നമ്മുടെ കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിക്കൊടുത്തൊരു കൃതി കൊണ്ട്. അതേതാണ്? അതിനെയാണ് നമ്മൾ ആലാഹയുടെ പെൺമക്കൾ എന്ന് പറയുന്നത്. ആലാഹയുടെ പെൺമക്കൾ. ഓക്കെ. നെക്സ്റ്റ് നോക്കാം. അസമിലെ ഒരു പരമ്പരാഗത നൃത്ത നാടകത്തിന്റെ പേര്. അസമിലെ നമ്മൾ എല്ലാം പറഞ്ഞാണ് അല്ലെ. ഒഡീസി, അതേപോലെ തന്നെ സത്രിയ, കഥക്, ചൗവ് എല്ലാം പറഞ്ഞു. അസമിലെ ഏതാണ്? അത് ജാത്രിയാണ്. എന്താണ്? ജാത്രിയ. കഥക് എവിടെയാണ്? കഥക് അത് UP ആണ്. ഉത്തർപ്രദേശിലേതാണ് എന്ത് പറയുന്നത്? കഥക് പറയുന്നത് കേട്ടോ. കഥക് അത് ഇമ്പോർട്ടന്റ് ആണ് പഠിക്കുന്നേ. സാത്രിയ നമ്മൾ പറഞ്ഞു എവിടെയാണ്? അസമിലേതാണ്. അതേപോലെ ഒഡീസി എവിടെയാണ്? ഒഡീസി ഒഡീഷയിലാണ്. ഒഡീഷയിലെയാണ് ഒഡീസി എന്ന് പറയുന്നത്. ദക്ഷിണേന്ത്യൻ ഗെയിമുകളുടെ മുദ്രാവാക്യം എന്താണ്? എന്താണ് ദക്ഷിണേന്ത്യൻ ഗെയിമുകളുടെ മുദ്രാവാക്യം എന്ന് പറയുന്നത്? സമാധാനം, സമൃദ്ധി, അതേപോലെ തന്നെ പുരോഗതി എന്നുള്ളതാണ്. ഓക്കെ. ദക്ഷിണേന്ത്യൻ ഗെയിംസ് അതിന്റെ എന്താണ്? സമാധാനം, സമൃദ്ധി, പുരോഗതി. എന്താണ് ഏഷ്യൻ ഗെയിംസിന്റേത്? ഏഷ്യൻ ഗെയിംസിന്റേത് എപ്പോഴും മുന്നോട്ട് എന്നുള്ളതാണ് ഏഷ്യൻ ഗെയിംസിന്റേത്. ഓക്കെ. അതേപോലെ ആഫ്രോ ഏഷ്യൻ ആണെങ്കിലോ? ആഫ്രോ ഏഷ്യൻ സെയിം നോക്കിക്കേ, 2 കോണ്ടിനെന്റ്സ് അല്ലേ. അപ്പൊ അതെന്തായിരിക്കും വരേണ്ടത്? 2 കോണ്ടിനെന്റ്സ് 1 സ്പിരിറ്റ്. അതാണ് ആഫ്രോ ഏഷ്യൻ. 2 കോണ്ടിനെന്റ്സ് അല്ലേ. ആഫ്രിക്കയും ഉണ്ട്, അതേപോലെ തന്നെ ഏഷ്യയും ഉണ്ട്. അപ്പൊ ആഫ്രോ ഏഷ്യൻ എന്ന് പറഞ്ഞാൽ എന്താണ്? 2 കോണ്ടിനെന്റ്സ് 1 സ്പിരിറ്റ് ആണ്. ഓക്കെ. അതേപോലെ തന്നെ എന്താണ്? കോമൺവെൽത്ത് ഗെയിംസിന്റേതാണെങ്കിലോ? കോമൺവെൽത്ത് ആണെങ്കിൽ അത് ഹ്യൂമാനിറ്റി, ഇക്വാലിറ്റി, ഡെസ്റ്റിനി ആണ്. ഹ്യൂമാനിറ്റി എന്താണ്? ഇക്വാലിറ്റി, ഡെസ്റ്റിനി. ഡെസ്റ്റിനി ആണ് എന്തിൻ്റെത്? കോമൺവെൽത്തിൻ്റെത്. ഓക്കെ. MT വാസുദേവൻ നായർക്ക് ജ്ഞാനപീഠം ലഭിച്ചത് ഏത് വർഷമാണ്? നമ്മളിപ്പോ കുറെ തവണ പറഞ്ഞു അല്ലെ. 1995 അല്ലെ. 1995 MTക്ക് ലഭിക്കുന്നത്. MT എന്നാണ് അന്തരിക്കുന്നത്? അന്തരിക്കുന്ന വർഷവും നമ്മൾ പഠിച്ചു വെക്കണമെന്ന് പറഞ്ഞതല്ലേ. 2024 എന്നാണ്. ഡിസംബർ 25 ആർക്ക് ലഭിക്കുന്നത്? MTക്ക് ലഭിക്കുന്നത്. അതേപോലെ MTക്ക് ലഭിച്ച അവാർഡുകളൊക്കെ ഒന്നും ഓർത്തു വെക്കുന്നേ. ഏതിനാണ് ഓടക്കുഴൽ അവാർഡ് ലഭിക്കുന്നത്? 1993 ഓടക്കുഴൽ അവാർഡ് ലഭിക്കുന്നുണ്ട്. അതേപോലെ തന്നെ 95 ജ്ഞാനപീഠം നമ്മൾ പറഞ്ഞു. പിന്നെ ഏതാണ്? 85 നമ്മൾ ഇന്നലെ പറഞ്ഞതാണ് അല്ലെ. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. 85 വയലാർ അവാർഡ് ലഭിച്ചിട്ടുണ്ട്. വയലാർ അവാർഡ് 85 അതേപോലെ തന്നെ അത് ഏത് കൃതിക്കായിരുന്നു? രണ്ടാം ഊഴത്തിനാണ്. രണ്ടാം ഊഴം എന്ന കൃതിക്കാണ് വയലാർ അവാർഡ് ലഭിക്കുന്നത്. 2011 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിക്കുന്നുണ്ട്. MTക്ക് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച ഏത് വർഷമാണ്? 2011 2022 എന്ത് ലഭിച്ചു? പ്രഥമ ഏതാണ്? കേരള ജ്യോതി പുരസ്കാരം. കേരള ജ്യോതി പുരസ്കാരം ഏതാണ്? 2022 23 എന്ത് ലഭിച്ചു? 2023 അത് നിയമസഭാ സാഹിത്യ പുരസ്കാരം. നിയമസഭാ സാഹിത്യ പുരസ്കാരം ലഭിച്ചു. 2025 മരണാനന്തര ബഹുമതിയായിട്ട് അദ്ദേഹത്തിന് പത്മവിഭൂഷൺ ലഭിക്കുന്നുണ്ട്. ഓക്കെ. ഈ അവാർഡ്സ് ഒക്കെ നോക്കണം. എന്തൊക്കെയാ നമ്മൾ പറഞ്ഞത്? 85 വയലാർ അവാർഡ്, 93 ഓടക്കുഴൽ, 95 ജ്ഞാനപീഠം, 2011 എഴുത്തച്ഛൻ, 2022 കേരള ജ്യോതി ഉണ്ട്, 23 കേരള നിയമസഭാ സാഹിത്യ പുരസ്കാരമുണ്ട്, 25 പത്മവിഭൂഷൺ ഉണ്ട്. അതേപോലെ അദ്ദേഹത്തിന്റെ അന്ത്യവിശ്രമ സ്ഥലം അറിയപ്പെടുന്ന പേരാണെന്ന്
സ്മൃതിപഥം. എവിടെയാണ് സ്മൃതിപഥം ഉള്ളത്? അത് കോഴിക്കോട് ജില്ലയിലാണ്. എന്താണ് സ്മൃതിപഥം? ഓക്കെ, വീണ്ടും വള്ളംകളി വന്നല്ലോ. നെഹ്റു ട്രോഫി എവിടെയാണ്? പുന്നമടക്കായലിലാണ് നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത്. എല്ലാം പറഞ്ഞതാണേ. ഓക്കെ, അയ്യങ്കാളി നമ്മൾ പറഞ്ഞു എവിടെയാണ്? വെള്ളായണിയിലാണെന്ന് പറഞ്ഞു. ശ്രീനാരായണ ജയന്തി കുമരകം കായലിലും ശ്രീനാരായണ ട്രോഫി ആണെങ്കിൽ അത് കന്നേറ്റിക്കായലുമാണ്. നെക്സ്റ്റ് നോക്കാം. കേരള മോപ്പസാങ്. മോപ്പസന്റ് എന്നറിയപ്പെടുന്ന ആരാണ്? ആരാണ് കേരള മോപ്പസാങ് എന്നറിയപ്പെടുന്നത്? തകഴിയാണ്, തകഴി. കേരള മോപ്പസാങ് എന്നറിയപ്പെടുന്നത് തകഴിയാണെങ്കിൽ ആരാണ് കേരള സൂർദാസ്? കേരള സൂർദാസ് എന്നറിയപ്പെടുന്നത് നമ്മുടെ പൂന്താനമാണ്. പൂന്താനം നമ്പൂതിരിയാണ് കേരള സൂർദാസ് എന്നറിയപ്പെടുന്നത്. എങ്കിൽ തുളസിദാസ് ആരാണ്? സൂർദാസ്, തുളസിദാസ് നമ്മൾ ഹിന്ദിയിലൊക്കെ പണ്ട് ദോഹ പഠിച്ചിട്ടുണ്ടല്ലോ ഇവരുടെയൊക്കെ. അപ്പൊ സൂർദാസ് പൂന്താനമാണെങ്കിൽ തുളസിദാസ് ആരാണ്? അത് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പാണ്. വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ് തുളസിദാസ് ആണെങ്കിൽ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ കേരള ഇബ്സൻ ആരാണ്? കേരള ഇബ്സൺ. ഇബ്സൺ എന്ന് പറയുന്നത് എൻ കൃഷ്ണപിള്ള. എൻ കൃഷ്ണപിള്ളയാണ് കേരള ഇബ്സൺ. അങ്ങനെയാണെങ്കിൽ കേരള ചോസർ ആരാണ്? കേരള ചോസർ ആരാണ്? ചീരാമകവി. ചീരാമകവി, രാമചരിതം നമ്മൾ പഠിച്ചു. രാമചരിതം, ചീരാമകവി. അപ്പൊ കേരള ചോസർ ആരാണ്? ചീരാമകവിയാണ്. ആരാണ് കേരള ടാഗോർ എന്നറിയപ്പെടുന്നത്? നമ്മുടെ വള്ളത്തോൾ, വള്ളത്തോളിനെയാണ് കേരള ടാഗോർ എന്നറിയപ്പെടുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ദേ ഇവിടെ കേരള വ്യാസൻ കിടപ്പുണ്ടല്ലോ. കേരള വ്യാസൻ ആരാണ്? കേരള വ്യാസൻ എന്നറിയപ്പെടുന്നത് കുഞ്ഞിക്കുട്ടൻ തമ്പുരാനാണ്. ഓക്കെ, കേരള വ്യാസൻ കുഞ്ഞിക്കുട്ടൻ തമ്പുരാനാണെങ്കിൽ കേരള പാണിനി ആരാണ്? കേരള പാണിനി ആരാണ്? AR രാജരാജവർമ്മ. AR രാജരാജവർമ്മയാണ് കേരള പാണിനി എന്നറിയപ്പെടുന്നത്. ആരാണ് കേരള കാളിദാസൻ? കേരള കാളിദാസൻ എന്നറിയപ്പെടുന്നത് കേരള വർമ്മ വലിയ കോയിത്തമ്പുരാനാണ്. കേരളവർമ്മ വലിയ കോയിത്തമ്പുരാനാണ്. ഓക്കെ, വള്ളത്തോൾ നമ്മൾ കേരള ടാഗോർ പറഞ്ഞല്ലോ. അതേപോലെ തന്നെ വള്ളത്തോളിന് മറ്റൊന്നും കൂടിയുണ്ട്. കേരള ടെന്നീസൺ എന്നറിയപ്പെടുന്നു. കേരള ടെന്നീസൺ ആരാണ്? അതും നമ്മുടെ വള്ളത്തോൾ നാരായണ മേനോനാണ്. ഓക്കെ, കേരള പുഷ്കിൻ ആരാണ്? കേരള പുഷ്കിൻ. കേരള പുഷ്കിനാണ് നമ്മുടെ ONV എന്നറിയപ്പെടുന്നത്. ONV ആണ് കേരള പുഷ്കിൻ എന്നറിയപ്പെടുന്നത്. ഓക്കെ, അങ്ങനെ കുറെ കേരള 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 ആൾക്കാരുണ്ട്. നിളയുടെ കഥാകാരൻ ആരാണ്? MT ആണെങ്കിൽ നിളയുടെ കവി എന്ന് പറയുന്നത് P കുഞ്ഞിരാമൻ നായരാണ്. നമ്മൾ എന്തൊക്കെയാ പറഞ്ഞത്? സൂർദാസ് പൂന്താനമാണ്. അതേപോലെ തന്നെ തുളസിദാസ് വെണ്ണിക്കുളമാണ്. ഇബ്സൺ എൻ കൃഷ്ണപിള്ളയാണ്. ചോസർ ചീരാമകവിയാണ്. കേരള ടാഗോർ വള്ളത്തോളാണ്. കേരള ടെന്നീസൺ വള്ളത്തോളാണ്. കേരള സ്കോട്ട് ആരാണ്? കേരള സ്കോട്ട്. കേരള സ്കോട്ട് എന്നറിയപ്പെടുന്നത് CV രാമൻ പിള്ളയാണ്. CV രാമൻ പിള്ളയാണ് കേരള സ്കോട്ട് എന്നറിയപ്പെടുന്നത്. ഓക്കെ, കേരള പാണിനി ആരാണ്? AR രാജരാജവർമ്മ. കേരള പുഷ്കിൻ ആണെങ്കിൽ അത് ONV കുറുപ്പാണ്. കേരള വ്യാസൻ ആണെങ്കിൽ കുഞ്ഞിക്കുട്ടൻ തമ്പുരാനാണ്. കേരള കാളിദാസൻ ആണെങ്കിൽ കേരളവർമ്മ വലിയ കോയിത്തമ്പുരാനാണ്. ഏത് സ്ഥലമാണ് അത്തച്ചമയവുമായി ബന്ധപ്പെട്ടത്? എവിടെയാണ്? തൃപ്പൂണിത്തുറ അല്ലെ? തൃപ്പൂണിത്തുറ അത്തച്ചമയം എറണാകുളം ജില്ലയിലാണ് തൃപ്പൂണിത്തുറ ഉള്ളത്. കുച്ചിപ്പുടി എവിടെ നിന്നാണ് ഉത്ഭവിച്ചത്? എവിടെ നിന്നാണ് കുച്ചിപ്പുടി ഉത്ഭവിക്കുന്നത്? ഓക്കെ, ആന്ധ്രാപ്രദേശ് ആണ്. ആന്ധ്രാപ്രദേശ്. കേരളത്തിലെ നമ്മുടെ അല്ല ഇന്ത്യയിലെ എത്ര ക്ലാസിക്കൽ നൃത്തരൂപങ്ങളുണ്ട്? 8 ക്ലാസിക്കൽ നൃത്തരൂപങ്ങളാണ് ഉള്ളത്. ചിലപ്പോൾ ചേരുംപടി ചേർക്കാൻ അല്ലെങ്കിൽ സോറി കൂട്ടത്തിൽ പെടാത്തതെന്നൊക്കെ പറഞ്ഞ് ചോദിക്കാറുണ്ട്. എന്തൊക്കെയാണ്? കഥക് ഉണ്ട്. ഓക്കെ, കഥക് ഉണ്ട്, കുച്ചിപ്പുടി ഉണ്ട്. പിന്നെ ഏതാണ്? മണിപ്പൂരി. പിന്നെ ഏതാണ്? മോഹിനിയാട്ടം. കേരളത്തിന്റെ തനത് കലാരൂപമാണ് മോഹിനിയാട്ടം. ഓക്കെ, പിന്നെ ഏതൊക്കെയുണ്ട്? ഭരതനാട്യം. ഭരതനാട്യം എവിടെയാണ്? തമിഴ്നാടിന്റേതാണ് ട്ടോ ഭരതനാട്യം. അതേപോലെ തന്നെ ഏതാണ്? ഒഡീസി. ഒഡീസി ഉണ്ട്. പിന്നെ ഏതാണ് വരുന്നത്? കഥകളി ഉണ്ട്. കഥകളി അതേപോലെ സാത്രിയ. ഈ 8 എണ്ണമാണ് എന്തെന്ന് പറയപ്പെടുന്നത്? നമ്മുടെ ക്ലാസിക്കൽ നൃത്തരൂപങ്ങളായിട്ട് പറയുന്നത് ഈ 8 എണ്ണത്തിനെയാണ്. അപ്പൊ കുച്ചിപ്പുടി എവിടെയാണെന്ന് ചോദിച്ചാൽ എവിടെയാണ്? ആന്ധ്രാപ്രദേശ് ആണ്. ഓക്കെ, അതായത് ഒരു ചോദിച്ചിട്ടുണ്ട് ഒരു പ്രദേശത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന ഏക നൃത്തരൂപം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അതാണ് ഈ കുച്ചിപ്പുടി എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ആന്ധ്രാപ്രദേശിലെ തന്നെ കുചേലപുരം എന്നറിയപ്പെട്ടിരുന്ന കുച്ചിപ്പുടി എന്ന ഗ്രാമത്തിലാണ് ഈ നൃത്തരൂപം ഉത്ഭവിക്കുന്നത്. അതുകൊണ്ടാണ് ഈ സ്ഥലം അതായത് ഒരു പ്രദേശത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന നൃത്തരൂപം എന്ന് ചോദിക്കാറുണ്ട്. അപ്പൊ അത് ഏതാണ്? കുച്ചിപ്പുടിയാണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം.
ശാരീരിക വൈകല്യമുള്ള കായിക താരങ്ങൾക്കായി നടത്തുന്ന ഒരു അന്താരാഷ്ട്ര മൾട്ടി സ്പോർട്സ് ഇവന്റ് ഏതായിരിക്കും? അല്ലെ, എന്തെങ്കിലും ഡിസബിലിറ്റി ഉള്ളവർക്കുള്ളതാണ് പാരാലിമ്പിക്സ് ഗെയിമുകൾ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് നോക്കാം. ഓട്ടംതുള്ളലിന്റെ ഉപജ്ഞാതാവ് ആരാണ്? ഓട്ടംതുള്ളല് നമ്മുടെ എല്ലാവർക്കും അറിയാവുന്ന ഒരു പേരാണ് അല്ലെ, കുഞ്ചൻ നമ്പ്യാരാണ്. ഓട്ടംതുള്ളലിന്റെ ഉപജ്ഞാതാവ് ആരാണ്? കുഞ്ചൻ നമ്പ്യാരാണ്. അദ്ദേഹമാണ് ജനകീയ കവി എന്നറിയപ്പെട്ട വ്യക്തി. ജനകീയ കവി ആരാണ്? നമ്മുടെ കുഞ്ചൻ നമ്പ്യാരാണ്. ഓക്കെ, എന്നാണ് കുഞ്ചൻ ദിനം? കുഞ്ചൻ ദിനം ചോദിച്ചു കഴിഞ്ഞാൽ അത് മെയ് 5 ആണ്. ഒന്ന് പഠിച്ചു വെക്കണേ, മെയ് 5 ആണ് കുഞ്ചൻ ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ഈ വരുന്നത്. സ്നാച്ച്. സ്നാച്ച് എന്ന വാക്ക് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സ്നാച്ച് എന്ന് പറഞ്ഞാൽ എന്തിന്റെയാണ്? ഭാരാദ്വഹനം. ഓക്കെ, നമ്മുടെ വെയിറ്റ് ലിഫ്റ്റിംഗ് ഇല്ലേ, അതുമായിട്ട് ബന്ധപ്പെട്ടതാണ് സ്നാച്ച് എന്ന് പറയുന്നത്. 2018 വിന്റർ ഒളിമ്പിക്സ് എവിടെയാണ്? വിന്റർ ഒളിമ്പിക്സ് 2018 സൗത്ത് കൊറിയ ആയിരുന്നു. അപ്പൊ നമുക്ക് ഇപ്പൊ പഠിക്കേണ്ട ഏതാണ്? 2026 വിന്റർ ഒളിമ്പിക്സ് എവിടെയാണ്? മിലാനോ കോർട്ടിനോ എവിടെയാണത്? ഇറ്റലിയിലാണ്. MT വാസുദേവൻ നായർ ഡാഷ് എന്ന നോവലിലെ കഥാപാത്രമാണ് വിമലാദേവി. വിമലാദേവി ഏതിലെയാണ്? വിമലാദേവി, അമർ സിംഗ്, ഇതൊക്കെ ഏതിലെയാണ്? മഞ്ഞിലേതാണ്. MTയുടെ മഞ്ഞിലേതാണ് എന്താ പറയുന്നത്? വിമലാദേവി ഉണ്ട്, അതേപോലെ അമർ സിംഗ് ഉണ്ട്. ഓക്കെ, നാലുകെട്ടിൽ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, നാലുകെട്ടിൽ ആരാണ്? അപ്പുണ്ണി ഉണ്ട്, അതേപോലെ മറ്റൊരാളാണ് കോന്തുണ്ണി. അപ്പുണ്ണി കോന്തുണ്ണിയൊക്കെ എവിടെയാണ്? നാലുകെട്ടിലേതാണ്. കാലത്തിൽ എവിടെയാണ്? ആരാണ് കാലം? അത് സേതുവാണ്. സേതു. ഭീമനാണ് ഇവിടെ 2-ാം ഊഴത്തിൽ വരുന്നത്. ഓക്കെ, അതേപോലെ രഘു, അമ്മുലു, രാമൻ കർത്ത, അതൊക്കെ എവിടെയാണ്? വേരുകൾ. നമ്മൾ പഠിച്ചിട്ടുണ്ട്, വേരുകൾ ആരുടേതാണെന്ന് ചോദിക്കാറുണ്ട്. വേരുകൾ ആരുടേതാണ്? മലയാറ്റൂർ രാമകൃഷ്ണന്റേതാണ് വേരുകൾ. അതിൽ വരുന്ന ആൾക്കാരാണ് രഘു ഉണ്ട്, അതേപോലെ അമ്മുലു ഉണ്ട്, പിന്നെ രാമൻ കർത്ത. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ഭരത് ഗോപിക്ക് ഏറ്റവും നല്ല നടനുള്ള ദേശീയ പുരസ്കാരം കിട്ടിയ സിനിമ ഏതാണെന്നാ ചോദിച്ചിരിക്കുന്നത്. ഏത് മൂവിക്കാണ്? കൊടിയേറ്റമാണ്. കൊടിയേറ്റം 1977 കൊടിയേറ്റം എന്ന മൂവിക്ക് എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന ഭരത് ഗോപിക്ക് മികച്ച നടനുള്ള അവാർഡ് ലഭിക്കുന്നത്. ഓക്കെ, ആരായിരുന്നു അതിന്റെ സംവിധാനം? അടൂർ ഗോപാലകൃഷ്ണനാണ്. അടൂർ ഗോപാലകൃഷ്ണനാണ് കൊടിയേറ്റം എന്ന മൂവി സംവിധാനം ചെയ്തത്. നെഹ്റു ട്രോഫി വള്ളംകളി എവിടെയാണ്? നെഹ്റു ട്രോഫി ഇപ്പൊ കുറെ തവണയല്ലേ വള്ളംകളി കാണുന്നത്. അപ്പൊ വള്ളംകളികളെല്ലാം ഒന്ന് നോക്കിയേക്കണേ. നെഹ്റു ട്രോഫി എവിടെയാണ്? പുന്നമടയാണ്. ഓക്കെ, വെള്ളായണിയിൽ എന്തായിരുന്നു? വെള്ളായണി അയ്യങ്കാളി വള്ളംകളി എവിടെയാണ്? വെള്ളായണിയിലാണ്. അതേപോലെ നമ്മുടെ അഷ്ടമുടിയിൽ എന്തായിരുന്നു? അഷ്ടമുടിയിലാണ് പ്രസിഡൻസി ട്രോഫി വള്ളംകളി ചോദിക്കാറുണ്ട്. അത് എവിടെയാണ്? നമ്മുടെ അഷ്ടമുടിക്കായലിലാണ്. നെക്സ്റ്റ് നോക്കാം. മലയാളം എഴുത്തുകാരനായ VV അയ്യപ്പന്റെ തൂലികാനാമം. VV അയ്യപ്പൻ ആരാണ്? അയ്യപ്പൻ എവിടെയാണ് കാണുന്നത്? കോവിലിലാണ് അല്ലെ, കോവിലിലാണ് അയ്യപ്പനുള്ളത്. അപ്പൊ അങ്ങനെ തന്നെ പഠിച്ചു വെച്ചോ, കോവിലൻ അയ്യപ്പനാണ് VV അയ്യപ്പൻ. ഇൻഷും കൂടി പഠിക്കണം കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം P സച്ചിദാനന്ദൻ, K സച്ചിദാനന്ദൻ എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചു, പഠിച്ചു വെച്ചേക്ക. P സച്ചിദാനന്ദനാണ്. ഇവിടെ ഏതാണ്? VV അയ്യപ്പനാണ് കോവിലൻ എന്ന് പറയുന്നത്. അക്കിത്തം അച്യുതൻ നമ്പൂതിരി. കാക്കനാടൻ ആരാണ്? കുറച്ചു മുമ്പ് പറഞ്ഞതാണല്ലോ, കാക്കനാടൻ ജോർജ് വർഗീസ് ആണ്. ജോർജ് വർഗീസ്. ആനന്ദാണ് നേരത്തെ പറഞ്ഞത്. P സച്ചിദാനന്ദൻ. ആ പരീക്ഷയ്ക്ക് ചോദിച്ചത് അത് നമ്മുടെ അന്തരിച്ച സച്ചിദാനന്ദൻ ഇല്ലേ, നമ്മുടെ അയ്യപ്പനും കോശിയിലെ സച്ചി, അയാളുടെ വെച്ചിട്ടായിരുന്നു പരീക്ഷയ്ക്ക് ചോദിച്ചത്. K സച്ചിദാനന്ദൻ, P സച്ചിദാനന്ദൻ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അതേപോലെ പഠിച്ചു വെക്കണേ. കുറ്റിപ്പുഴ എന്ന തൂലികാനാമം ആരുടേതാണ്? കുറ്റിപ്പുഴ കൃഷ്ണപിള്ള. കുറ്റിപ്പുഴ കൃഷ്ണപിള്ള എന്ന് തന്നെയാണ് നമ്മൾ പറഞ്ഞു പഠിക്കുന്നത് അല്ലെ. ബെന്യാമിന്റെ യഥാർത്ഥ നാമം എന്താണ്? എല്ലാവർക്കും അറിയാം ബെന്യാമിനെ പറ്റി അല്ലെ. ബെന്യാമിന്റെ യഥാർത്ഥ നാമം എന്താണ്? ബെന്നി ഡാനിയൽ ആണ്. ബെന്നി ഡാനിയൽ. ടി ഉബൈദ് എന്ന തൂലികാനാമം ആരുടേതാണ്? അത് അബ്ദുൾ റഹ്മാന്റേതാണ്. അബ്ദുൾ റഹ്മാൻ. പിന്നെ പാല എന്താണ്? നാരായണൻ നായർ. പാല എന്നാണ് തൂലികാനാമം. നാരായണൻ നായർ. ഓക്കെ, പിന്നെ അറിയാലോ ഉറൂബ് എന്താണ്? PC കുട്ടിക്കൃഷ്ണനാണ് ഉറൂബ്. അക്കിത്തം അച്യുതൻ നമ്പൂതിരിയാണ്. പ്രഭ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെട്ട ആരാണ്? വൈക്കം മുഹമ്മദ് ബഷീർ ആണ്.
2018 ഏഷ്യൻ ഗെയിംസിന്റെ ആതിഥേയത്വം വഹിച്ചത് എവിടെയാണ്? 2018 എവിടെയാണ്? ഇന്തോനേഷ്യയാണ്. ഇന്തോനേഷ്യ. 2019 ഏറ്റവും നല്ല ചലച്ചിത്രത്തിനുള്ള ദേശീയ പുരസ്കാരം ലഭിച്ചത് 2019 ആണ് ചോദിക്കുന്നത്. ഏറ്റവും നല്ല ചിത്രത്തിനുള്ള ദേശീയ പുരസ്കാരം ഏതാണ്? ഏതായിരുന്നു? മരക്കാർ അറബിക്കടലിന്റെ സിംഹമായിരുന്നു 2019. ഓക്കെ. 2018 കോമൺവെൽത്ത് ഗെയിംസ് നടന്ന സ്ഥലം 2018 അത് എവിടെയാണ്? ഓസ്ട്രേലിയയാണ്. നിങ്ങൾ ഇങ്ങനത്തെ കാണുമ്പോൾ എല്ലാത്തിന്റെയും കറന്റ് ഇയർ നിങ്ങൾ പഠിച്ചു വെക്കണം കേട്ടോ. 2026, 24, 25, 32 എന്നൊക്കെ പറഞ്ഞുണ്ടാകും. അത് എപ്പോഴും കറന്റ് ഇയർ പഠിക്കണം. 2018 പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നോക്കി വെച്ചു. 2026 നെക്സ്റ്റ് കോമൺവെൽത്ത് ഗെയിംസ് വരുന്നത്. അത് എവിടെയാണ്? ഗ്ലാസ്ഗോ. ഗ്ലാസ്ഗോ എന്ന് പറയുന്നത് സ്കോട്ട്ലൻഡ് ആണ്. സ്കോട്ട്ലൻഡ്. അവിടെയാണ് 2026 വേദി എന്ന് പറയുന്നത്. 2018 കഴിഞ്ഞാൽ പിന്നെ 22 ഒക്കെ വരുന്നുണ്ട്. അതല്ല നമുക്ക് വേണ്ടത്. ഈ പറയുന്നത് 2026 വേദി എന്ന് പറയുന്നത് ഗ്ലാസ്ഗോയാണ്. എവിടെയാണത്? നമ്മുടെ സ്കോട്ട്ലൻഡ് ആണ്. അതേപോലെ 2022 ചിഹ്നം ഒന്ന് പഠിച്ചു വെച്ചേക്കണേ. 2022 പെറി എന്ന കാളയാണ്. പെറി എന്ന കാള. 2022 കോമൺവെൽത്ത് ഗെയിംസിന്റെ ചിഹ്നം എന്ന് പറയുന്നത് പെറി എന്ന കാളയാണ്. ഓക്കെ. 2007 ജ്ഞാനപീഠം നേടിയ എഴുത്തുകാരൻ ആരാണ്? 2007 ആർക്കായിരുന്നു? ONV കുറുപ്പിന്. ONV കുറുപ്പിനാണ് 2007 ലഭിച്ചിരിക്കുന്നത്. എന്ത് ചെയ്യണം? നിങ്ങൾ ജ്ഞാനപീഠം എന്ന് പറയുന്ന ഒരു ഏരിയ നല്ല രീതിക്ക് പഠിച്ചു വെക്കണം. ജ്ഞാനപീഠത്തിൽ നിന്നൊരു ക്വസ്റ്റ്യൻ കിട്ടാറുണ്ട്. അതേപോലെ ഈ പറയുന്ന നമ്മുടെ ഏതായിരുന്നു വള്ളംകളികൾ പഠിക്കണം. അതേപോലെ കായിക ഇനങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട പേരുകളൊന്ന് നോക്കി വെക്കണം. ഇതൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ്. നെക്സ്റ്റ് നോക്കാം നമുക്ക്. സോളമന്റെ തേനീച്ചകൾ എന്ന ഓർമ്മക്കുറിപ്പ് ആരുടേതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോളമന്റെ തേനീച്ചകൾ ആരുടേതാണ്? ജസ്റ്റിസ് KT തോമസിൻ്റെതാണ്. ജസ്റ്റിസ് KT തോമസ് ആണ് എന്തെന്ന് പറയുന്നത്? സോളമന്റെ തേനീച്ചകൾ എന്ന കൃതി വരുന്നത്. ഓക്കെ. അതേപോലെ അദ്ദേഹത്തിൻ്റെതാണ് കോട്ടയത്തിന്റെ കഥ. അതേപോലെ തന്നെ എന്താണ് മുല്ലപ്പെരിയാർ ഡാം ചില വെളിപ്പെടുത്തലുകളൊക്കെ ഈ പറയുന്ന ജസ്റ്റിസ് KT തോമസിൻ്റെതാണ്. ഓക്കെ. അതേപോലെ ശ്രീധരന്റെ ജീവചരിത്രം എഴുതിയത് ആരാണ്? അത് MS അശോകന്റെ കർമ്മയോഗിയാണ്. അപ്പൊ പഠിച്ചു വെച്ചോ. കർമ്മയോഗി എന്ന പുസ്തകം ആരെക്കുറിച്ചിട്ടുള്ള ആരുടെ ജീവചരിത്രമാണ്? അത് ശ്രീധരൻ, നമ്മുടെ മെട്രോമാൻ ശ്രീധരന്റേതാണ്. അതേപോലെ തന്നെ മുൻ വിജിലൻസ് ഡയറക്ടറായ ജേക്കബ് തോമസ് ഉണ്ട്. ജേക്കബ് തോമസിന്റെ ആത്മകഥയാണ് സ്രാവുകൾ നീന്തുമ്പോൾ. സ്രാവുകൾക്കൊപ്പം നീന്തുമ്പോൾ. സ്രാവുകൾക്കൊപ്പം നീന്തുമ്പോൾ ആരുടേതാണ്? നമ്മുടെ മുൻ വിജിലൻസ് ഡയറക്ടറായിരുന്ന ജേക്കബ് തോമസിന്റേതാണ്. ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്താണ് മണ്ണിനെ പ്രതിരോധിക്കാൻ കഴിവുള്ള? ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽഡ് ആണ്. യുനെസ്കോയുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന മാനവിക പൈതൃകം വിളിച്ചോടുന്ന കേരളത്തിലെ രണ്ടാമത്തെ കലാരൂപം ഏതാണ്? മുടിയേറ്റ്. ഏത് വർഷമാണ്? 2010 കൂടിയാട്ടം ഏത് വർഷമാണ്? 2001 ഒത്തിരി തവണ ഇപ്പൊ ഈ മുടിയേറ്റ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കുന്നുണ്ട്. നെക്സ്റ്റ് നോക്കാം. 2021 ദേശീയ സംയോജനത്തെ കുറിച്ചുള്ള മികച്ച ചിത്രത്തിനുള്ള അവാർഡ് നേടിയത് ഏതിനാണ്? താജ്മഹൽ. ഈ പഴയ വർഷങ്ങളുടെയൊക്കെ ജസ്റ്റ് ഞാൻ പറഞ്ഞു പോകുന്നേ ഉള്ളൂ. മണിക ബത്ര താഴെ പറയുന്നവർ ഏതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? മണിക ബത്ര ആരാണ്? ടേബിൾ ടെന്നീസ് പ്ലെയർ ആണ് അല്ലെ മണിക ബത്ര എന്ന് പറയുന്നത്. ഓക്കെ. ടേബിൾ ടെന്നീസ് പ്ലെയർ ആണ്. അസുര കീഴടക്കിയവരുടെ കഥ എഴുതിയത് ആരാണ്? അസുര കീഴടക്കിയവരുടെ കഥ ആരുടേതാണ്? ആനന്ദ് നീലകണ്ഠന്റേതാണ്. ആനന്ദ് നീലകണ്ഠൻ. ശശി തരൂരിന്റെ ഒരു പുസ്തകമുണ്ടല്ലോ. എന്താണ്? വൈ ഐ ആം എ ഹിന്ദു. വൈ ഐ ആം എ ഹിന്ദു എന്നുള്ളത് ആരുടേതാണ്? ശശി തരൂരിന്റേതാണ്. അപ്പൊ ഇതേതാണ്? ആനന്ദ് നീലകണ്ഠന്റേതാണ് അസുര കീഴടക്കിയവരുടെ കഥ എന്ന പുസ്തകം. അസുര കീഴടക്കിയവരുടെ കഥ, ആനന്ദ് നീലകണ്ഠൻ. ആരാണ് ബാലസമുദായ പരിഷ്കരണി സഭ ആരംഭിച്ചത്? ബാലസമുദായം ആരുടേതാണ്? പണ്ഡിറ്റ് KP കറുപ്പന്റേതാണ്. അദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമം എന്താണ്? ശങ്കരൻ എന്നാണ്. ഓക്കെ. അതേപോലെ അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്ത്? കായൽ സമ്മേളനമൊക്കെ പണ്ഡിറ്റ് KP കറുപ്പനുമായി ബന്ധപ്പെട്ടതാണ്. അദ്ദേഹത്തിന്റെ കുറെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ ഇതിനു മുമ്പത്തേതില്. റിപ്പീറ്റ് ചെയ്ത് സമയം കളയുന്നില്ല. അപ്പൊ ബാലസമുദായ പരിഷ്കരണി സഭ ആരുടേതാണ്? പണ്ഡിറ്റ് KP കറുപ്പന്റേതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറോടുകൂടി നമ്മുടെ ഈ ഒരു 13 സെറ്റും കംപ്ലീറ്റ് ആകും. കേരളം മണ്ണും മനുഷ്യരും എന്ന പുസ്തകം എഴുതിയത് ആരാണ്? കേരളം മണ്ണും മനുഷ്യരും ഡോക്ടർ TM തോമസ് ഐസക്കിൻ്റെതാണ് കേരളം മണ്ണും മനുഷ്യരും എന്നുള്ളത്. EMSന്റെ എപ്പോഴും ചോദിക്കാറുണ്ട്. ഏതാണ്? 1.25 കോടി മലയാളികൾ എപ്പോഴും ചോദിക്കുന്നതാണ് കേട്ടോ. 1.25 കോടി മലയാളികൾ. അതേപോലെ തന്നെ
കവിത, കമ്മ്യൂണിസം, വർഗീയത. കവിത, കമ്മ്യൂണിസം, വർഗീയത. അത് ആരുടേതാണ്? MGS നാരായണന്റേതാണ് വർഗീയത. അതെ, വർഗീയതയാണ്, വായാണ്. പിന്നെ അതേപോലെ തന്നെ പെരുമാൾസ് ഓഫ് കേരള. പെരുമാൾസ് ഓഫ് കേരള എന്ന് പറയുന്നത് ആരുടേതാണ്? MGS നാരായണന്റേതാണ്. അതേപോലെ P ഗോവിന്ദപിള്ളയുടെ ഒരു പുസ്തകമാണ് ഏത്? മതാചാര്യർ മതനിഷേധികൾ. മതാചാര്യർ മതനിഷേധികൾ എന്ന് പറയുന്നത് ആരുടേതാണ്? P ഗോവിന്ദപിള്ളയുടേതാണ്. ഓക്കെ, അപ്പൊ ഇത് ഏതാണ് നമ്മൾ പറഞ്ഞത്? ഡോക്ടർ TM തോമസ് ഐസക്കിന്റേതാണ്. എന്തെന്ന് പറയുന്നത്? കേരളം മണ്ണും മനുഷ്യരും. താഴെ പറയുന്നവരിൽ ആരാണ് വിദ്യാവിനോദിനിയുടെ കർത്താവ്? വിദ്യാവിനോദിനി CP അച്യുതമേനോനാണ്. ആരാണ്? CP അച്യുതമേനോന്റേതാണ് വിദ്യാവിനോദിനി. ഓക്കെ, സംഗീത നൈഷാദം ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ആരുമായിട്ടാണ് സംഗീത നൈഷാദം ബന്ധപ്പെട്ടിരിക്കുന്നത്? TC അച്യുതമേനോനായിട്ടാണ്. TC അച്യുതമേനോനാണ്. ഓക്കെ, അതായത് 1980 പ്രസിദ്ധീകരിച്ച ഒരു നാടകമാണ് എന്ത്? സംഗീത നൈഷാദം. അപ്പൊ സംഗീത നൈഷാദം എന്താന്ന് ചോദിക്കാം. എന്താണ് സംഗീത നൈഷാദം എന്ന് പറയുന്നത്? അത് ഒരു നാടകമാണ്. ഓക്കെ, പിച്ചർ എന്ന പദം ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പിച്ചർ എന്ന് പറയുന്നത് ബേസ്ബോളുമായിട്ട് ബന്ധപ്പെട്ടതാണ് പിച്ചർ. കൊടപ്പുന്ന എന്നത് ആരുടെ തൂലികാനാമം? കൊടപ്പുന്ന ഗോവിന്ദ കണകൻ. അങ്ങനെ തന്നെ പഠിച്ചു വെക്കണേ. കൊടപ്പുന്ന ഗോവിന്ദ കടകൻ. ആരാണ് ഏത്? തുപ്പേട്ടൻ എന്നറിയപ്പെടുന്നത്. തുപ്പേട്ടൻ നമ്പൂതിരി ആരാണ്? തുപ്പേട്ടൻ നമ്പൂതിരി എന്നറിയപ്പെടുന്നത് M സുബ്രഹ്മണ്യനാണ്. M സുബ്രഹ്മണ്യൻ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? കുറേ എല്ലാത്തിലും എന്ത് കണ്ടു? നമ്മൾ ഈ പറയുന്ന തൂലികാനാമം കണ്ടു. അപ്പൊ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് ഇനിയുള്ള ദിവസങ്ങളിൽ ഡെയിലി ഒന്ന് വായിച്ചു വിട്ട് കഴിഞ്ഞാൽ ഒരു മാർക്ക് നമുക്ക് അവിടെ നിന്ന് കിട്ടും. ഓക്കെ, അപ്പൊ തുപ്പേട്ടൻ ആരാണ്? M സുബ്രഹ്മണ്യൻ നമ്പൂതിരി അല്ലെ? M സുബ്രഹ്മണ്യനാണ്. തോപ്പിൽ ബാസി ആരാണ്? തോപ്പിൽ ബാസി അത് ഭാസ്കര പിള്ളയാണ് തോപ്പിൽ ബാസി എന്നറിയപ്പെടുന്നത്. അതേപോലെ ഒന്ന് പഠിച്ചു വെച്ചു. സുരേന്ദ്രൻ. ആരാണ് സുരേന്ദ്രൻ എന്ന തൂലികാനാമത്തിൽ എഴുതിയിരിക്കുന്നത്? നമ്മുടെ EMS ആണ്. EMS നമ്പൂതിരിപ്പാടാണ്. ലോക ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പിൽ ചാമ്പ്യൻ ഓഫ് ചാമ്പ്യൻ എന്ന തലക്കെട്ട് നേടിയത് ആരാണ്? അത് അഞ്ജലി ഭഗവത് ആണ്. അപ്പൊ അഞ്ജലി ഭഗവത് ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഷൂട്ടിംഗ് ആണ്. ലോക ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പിൽ എന്താണ് ലഭിച്ചത്? ഒളിമ്പിക്സിന്റെ ഫൈനൽ എത്തിയ ആദ്യത്തെ വനിതാ ഷൂട്ടർ ആണ് ഈ പറയുന്ന അഞ്ജലി ഭഗത്. ചാമ്പ്യൻ ഓഫ് ചാമ്പ്യൻ എന്നറിയപ്പെട്ടത് ആരാണ്? അഞ്ജലി ഭഗത് ആണ്. അഞ്ജലി ഭഗത് എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഷൂട്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഒളിമ്പിക്സിന്റെ ഫൈനൽ എത്തിയ ആദ്യ വനിതാ ഷൂട്ടർ ആണ് ആര്? ഈ പറയുന്ന നമ്മുടെ അഞ്ജലി ഭഗവത് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. 2004 ഏതൻസ് ഒളിമ്പിക്സിൽ ജിംനാസ്റ്റിക്കിൽ മോഹിനി ഭരദ്വാജ് ഒളിമ്പിക് മെഡൽ നേടിയത് ഏത് രാജ്യത്തിന് വേണ്ടിയാണ്? ഏത് രാജ്യത്തിന് വേണ്ടിയാണ്? അമേരിക്കയ്ക്ക് വേണ്ടിയിട്ടാണ് മോഹിനി ഭരദ്വാജ് എന്ത് നേടിയത്? ഒളിമ്പിക് മെഡൽ നേടിയത്. ഓക്കെ,